സംഘപരിവാറിന് കീഴ്പ്പെട്ടോ SNDPയുടെ മനസ്സ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കീഴ്പ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഉത്തരം. സംഘപരിവാറിന് എന്ന് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ ഒരു കാർഡുണ്ട്. ആ കാർഡാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന കാർഡ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഘപരിവാറും SNDPയും വെള്ളാപ്പള്ളി നടേശനും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചൊരു കൂട്ടരുണ്ട്, ഹിന്ദു മഹാമണ്ഡൽ. ഓർമ്മിക്കുന്നുണ്ടാവും, ആർ ശങ്കറിൻ്റെ കാലത്ത് മന്നത്ത് പത്മനാഭനും കൂടി ചേർന്ന് ഹിന്ദു മഹാമണ്ഡൽ രൂപീകരിക്കുമ്പോൾ അന്ന് ഇതേ ഹിന്ദു കാർഡാണ് ഉപയോഗിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ വാരിക്കോരി കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു മഹാമണ്ഡൽ ഉടലെടുക്കുന്നത്. ആ ഹിന്ദു മഹാമണ്ഡൽ ഉപയോഗിച്ച ഹിന്ദു കാർഡാണ് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്ന ഹിന്ദുത്വ കാർഡ് എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ആ ഹിന്ദുത്വ കാർഡ് യഥാർത്ഥത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒന്നാണ്. അത് വ്യാജമാണ് എന്നതാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ടാണ് വ്യാജമെന്ന് പറയുന്നത്? നേരത്തെ സ്മൃതി പരുത്തിക്കാട് ചൂണ്ടിക്കാണിച്ചതുപോലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ പ്രാതിനിധ്യത്തിലൂടെ ഉള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് 20 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് അവരുടെ ഒരംഗം പോലും ഈ കേന്ദ്ര മന്ത്രിസഭയിലില്ല എന്ന ചോദ്യം ചോദിക്കാത്തത്? ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം മന്ത്രി ഇല്ല നമുക്ക് എന്നതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊരു ഈഴവ മന്ത്രി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തതെന്ന് ചോദ്യമുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് മൊത്തം ലോക്സഭയിലെ അംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 80 മുസ്ലിം വിഭാഗം വേണ്ടെടുത്ത് കേവലം 24 മുസ്ലിങ്ങളായവർ ചുരുങ്ങിയിരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് വെള്ളാപ്പള്ളി നടേശന് ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നത്? എന്താണ് രാജ്യസഭയിൽ 37 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 37 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട MP-മാർ വേണമെന്നിരിക്കെ കേവലം 13 പേരായി ചുരുങ്ങിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ വിഷയമായി തീരാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിനകത്ത് 12 മുതൽ 15% വരെ പോപ്പുലേഷൻ മാത്രമുള്ള നായർ കമ്മ്യൂണിറ്റിക്ക് 25%-നും 40%-നും ഇടയ്ക്കുള്ള വിഭവം കിട്ടുന്നതിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശന് ശബ്ദമില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ദളിത് വിഭാഗങ്ങളിലും SC-യിലും ST-യിലും പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകാൻ കഴിയാതെ പോകാത്തത് എന്ന് ശബ്ദിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യത്തിലൂടെയുള്ള സാമൂഹിക നീതി ഉറപ്പിക്കലല്ല. അത് വ്യക്തമായ രീതിയിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഹിന്ദുത്വ കാർഡ് തന്നെയാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന് ടാഗ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്നത്. ഇത് SNDPയിൽ ഒരു വിഭാഗത്തിനെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. കാര്യം നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തെക്കോട്ട് പോകുമ്പോൾ ഈഴവരെന്നും വടക്കോട്ട് പോകുമ്പോൾ തീരെന്നും പറയുന്ന 2 വിഭാഗങ്ങളായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റി വ്യത്യസ്തമായ വോട്ട് പാറ്റേൺ ആണ് ഇത്തവണ വന്നിരിക്കുന്നതാണ് എൻ്റെ പക്ഷം. അങ്ങ് തെക്കോട്ട് വരുന്ന സമയത്ത് ആലപ്പുഴയിൽ 17% വോട്ടിന്റെ വർധനവ്, 17%-ൽ നിന്ന് 28%-ലേക്ക് ശോഭാ സുരേന്ദ്രൻ NDAയുടെ വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ 11% വർദ്ധിപ്പിക്കുമ്പോൾ ഇത് നിർണായകമായൊരു വിഭാഗം അവിടെ അറേ സമുദായത്തിൽപ്പെട്ടവർക്കൊപ്പം തന്നെ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് NDAക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ കുറയുന്നത് ആർക്കാണ്? അവിടെ ഏറ്റവും കൂടുതൽ കുറയുന്നത് UDF-നേക്കാൾ LDF-നാണ്. UDF-ന് 7%, LDF-ന് 7% കുറയുമ്പോൾ UDF-ന് 1.5% അവിടെ നഷ്ടമാവുന്നത്. അപ്പോൾ ആലപ്പുഴയടക്കമുള്ള തെക്കൻ കേരളത്തിൽ ഈഴവ സമുദായങ്ങളുടെ വോട്ടുകൾ കൃത്യമായും LDF-ന്റെ പോക്കറ്റിൽ നിന്ന് NDAയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇനി തീയ സമുദായമുള്ള മേഖലകളിലേക്ക് എത്തിയാലോ? വടക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബേസ് അഥവാ കമ്മ്യൂണിസ്റ്റ് ബാസ്റ്റനുകൾ എന്ന് പറയപ്പെടുന്ന കോട്ടകളിലെ കണക്ക് കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും തൃക്കരിപ്പൂരിലും ഉദുമയിലെയും കണക്കുകൾ നമ്മളോട് പറയും. കല്യാശ്ശേരിയിൽ BJP വോട്ടുകൾ 9,000-ൽ നിന്ന് വർദ്ധിച്ച് 17,000-ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. 80% വളർച്ച NDAക്ക് കല്യാശ്ശേരി പോലെ ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുന്നു. പയ്യന്നൂരിൽ പാർട്ടിയുടെ വോട്ട് 9,268-ൽ നിന്ന് 18,466 വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നേരെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, തൃക്കരിപ്പൂരിൽ 8,657-ൽ നിന്ന് 17,882 വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് 100% വർധനമാണ് ഈ 3 മണ്ഡലങ്ങളിലും ഉണ്ടാവുന്നത്. അപ്പോൾ തീയ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയിൽ ഈ വോട്ട് എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ആ വോട്ട് വർദ്ധിക്കുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ NDAക്ക് ലഭിക്കുന്നതിനോടൊപ്പം UDF-ലും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ LDF-ൽ നിന്നുള്ള വോട്ടുകൾ അതേപടി ഇറങ്ങി NDAക്ക് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതേസമയം തന്നെ UDF-ന്റെ വോട്ടുകളിലും കാര്യമായിട്ടുള്ള ചോർച്ച സംഭവിക്കുന്നുണ്ട്. അവിടെ വിജയിച്ചത് UDF തന്നെയാണ്. പല ഘട്ടങ്ങളിലും വിജയിച്ചു നിൽക്കുന്നതും സീറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നതും UDF-ആണ്. പക്ഷേ UDF-നും അവിടെ സീറ്റിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ആഴത്തിൽ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരിക്കുന്ന ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗത്തിന് കൃത്യമായും ഹിന്ദുത്വ ഐഡൻറ്റിറ്റിയോട് സമരസപ്പെടാൻ
കൂട്ടിക്കെട്ടപ്പെടാൻ കഴിയുന്ന ഒരു സാമൂഹിക പരിസരം സംജാതമായിരിക്കുന്നു. അതെങ്ങനെയാണ് സംജാതമായിരിക്കുന്നത്? നോക്കൂ, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഒരു കാരണവശാലും കൂട്ടിക്കെട്ടാൻ കഴിയാത്ത ആശയങ്ങളാണ് ശ്രീനാരായണൻ പ്രതിനിധീകരിക്കുന്ന SNDPക്കും സംഘപരിവാറിനുമുള്ളത്. 100 വർഷമല്ലേ ആയിട്ടുള്ളൂ. ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ ആ സർവ്വമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞതെന്താ? ഈ സർവ്വമത സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് പ്രകാരം എല്ലാ മതങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശിവഗിരിയിൽ ആശ്രമം തുടങ്ങുന്നത് എന്നതാണ്. ഒരു മതത്തെയും ഒഴിച്ചു നിർത്തിയല്ല. അതിനെ പ്രതിനിധീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു എന്ന തെറ്റായൊരു നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ആ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഹിന്ദുത്വ കാർഡെടുത്ത് പ്രയോഗിക്കുന്നത്. അപ്പോൾ സംഘപരിവാറിന്റെ രാഷ്ട്രീയവും ശ്രീനാരായണീയ ധർമ്മപ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും ഒരിക്കലും ചേർന്നു പോകുന്നതല്ല. വിശാലമായ അർത്ഥത്തിൽ, സൂക്ഷ്മമായ അർത്ഥത്തിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പോൾ അരുവിപ്പുറത്ത് സ്ഥാപിച്ചത് ഈഴവ പ്രതിഷ്ഠ ഈഴവ ശിവനെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത്. ആ ശിവൻ എന്നുള്ളത് ഒരു സവർണബിംബമാണെന്നും ആ സവർണബിംബത്തിലൂടെ ഈഴവ ശിവൻ എന്നുള്ളത് ഒരു ഹിന്ദുത്വ ശിവനായി വളരെ എളുപ്പം നിങ്ങൾക്കതിനെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്കും മൂകാംബികയിലേക്കും ഒക്കെ പോകുന്ന ഈഴവ സമുദായാംഗങ്ങൾ സ്വാഭാവികമായി അവരാർജിച്ചെടുക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സ്വാംശീകരിക്കുന്നത്. ആ സ്വാംശീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ മുരുക്കുമ്പുഴ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഓമിലാണ് നിങ്ങളുടെ കണ്ണു പോവുക. അതേസമയം നിങ്ങൾ കണ്ണാടി പ്രതിഷ്ഠ കാണാതെ പോകും. കണ്ണാടി പ്രതിഷ്ഠയിൽ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു ഫിലോസഫി കാണാം. ആ ഫിലോസഫി അല്ല നിങ്ങൾക്ക് ഓമെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ കാണാൻ കഴിയുന്നത്, അരുവിപ്പുറത്ത് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്തോത്രങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആശയങ്ങളിൽ അതിൽ ഏറ്റവും കൂടുതൽ ശിവനെക്കുറിച്ച്, വിഷ്ണുവിനെക്കുറിച്ച്, ദേവിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇതെല്ലാം സവർണ ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബിംബങ്ങളാണ്. ആ ബിംബങ്ങളിലേക്ക് വളരെ വേഗം നിങ്ങൾ തെന്നിപ്പോവും. പക്ഷേ അതേ ശ്രീനാരായണ ഗുരു അനുകമ്പാദശകം എഴുതുന്നു. ആ അനുകമ്പാദശകത്തിൽ അദ്ദേഹം ആദ്യം ഈശ്വരനെക്കുറിച്ചുള്ള കൺസേൺ അല്ല മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുക എന്നുള്ളിൽ. അതിന് കഴിഞ്ഞിട്ടാണ് നിൻ തിരുമൈ വിട്ട് അകലാതെ എൻ ചിന്തയും വേണമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം കരുണയും അൻപും അരുളും ഉണ്ടാവണമെന്നും പിന്നീട് അതിലൂടെ ദൈവസ്നേഹം ഉണ്ടാകണമെന്നും പറയുന്ന ആശയം സംഘപരിവാറിൻ്റെ ആശയവുമായി ചേർന്ന് പോകുന്നതേ അല്ല. കാരണം അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിൻ്റെ ആശയത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തരാൻ ശ്രമിച്ച പ്രധാനമന്ത്രി തൻ്റെ അഭിമുഖത്തിൽ ഈ എന്തുകൊണ്ടാണ് ഒരു ഗോദ്രയിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന്, അഹമ്മദാബാദിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് തൻ്റെ ഒരു കാറിൻ്റെ കീഴിൽ പെട്ടുപോകുന്ന നായ്ക്കുട്ടികളെ പോലെ എന്നുള്ള ഒരുപക്ഷെ ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു പ്രയോഗം നടത്തില്ല. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള നകുമ്പയും എന്ന ആശയത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണെന്ന് പല തവണ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് ആശയപരമായി നമുക്ക് തുന്നിച്ചേർക്കാൻ കഴിയില്ല. അപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ നിങ്ങൾക്ക് പ്രവർത്തന പഥത്തിൽ നിന്ന് മാറ്റണം. പകരം അവിടെ പ്രവർത്തിക്കുന്നത് എന്താ? അവിടെയാണ് നമ്മൾ ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികമായ പരിസരങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നത്? അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫിലോസഫിക്കലായ ആത്മോപദേശ ശതകത്തിലും അനുകമ്പാദശകത്തിലും ഒക്കെ നമ്മൾ കാണുന്ന പല മതസാരവും ഒന്നാണ് എന്നുള്ള ആശയങ്ങൾക്കും അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു വാചകമുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ് ഒരു ഭേദവുമില്ലതിൽ. എന്താണ്? ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് പറയുന്നതിനെ നമ്മൾ മാറ്റിവെക്കുകയും ആ ഒരു ജാതി, ഒരു മതം എന്നുള്ളത് ഹിന്ദു മതമാണെന്നും ആ ഹിന്ദുമതത്തിൽ നായര് മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെ നിൽക്കുന്ന ശ്രേണീബന്ധിതമല്ലാത്ത ഒരു സമൂഹമാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ യഥാർത്ഥത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വാംശീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ പെട്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് കീഴ്പ്പെടുന്നൊരു രാഷ്ട്രീയ മനസ്സുണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആഴത്തിൽ പാർട്ടി പരിശീലിക്കേണ്ട വിഷയമാണ്. അത് വീണ്ടെടുക്കുക എന്നുള്ളത് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമല്ല എന്നതുകൊണ്ട് അത്ര എളുപ്പവുമല്ല. അത് ആ സാംസ്കാരിക പരിസരത്തെ കൂടുതൽ ശക്തമായി രാഷ്ട്രീയവൽക്കരിക്കുകയും ആ കൗണ്ടർ കൾച്ചറിങ്ങിലൂടെ, കണ്ടീഷനിങ്ങിലൂടെ മാത്രം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ അതിന് പറ്റുന്ന ഒരു പൗരസമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2.5 വർഷമായി നിർജ്ജീവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 2.5 വർഷം കൊണ്ട് ആ ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം വീണ്ടെടുക്കേണ്ടിയിരുന്ന, സദാ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ആ രാഷ്ട്രീയം എന്നാൽ സ്വാഭാവികമായും ആ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചു പോയതാണ് ഇങ്ങനെ മലീമസപ്പെടാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സംഘപരിവാറിന് കീഴ്പ്പെട്ടിരിക്കുന്നത് ഈ രീതിയിലാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആഴമേറിയ പഠനത്തിനും ചിന്തയ്ക്കും ഇടതുപക്ഷം വിധേയമാക്കും. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇന്നിപ്പോൾ വളരെ ശ്രദ്ധാപൂർവം എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. സംഘപരിവാറിന് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് SNDPയിൽ ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ളത് ആ അർത്ഥത്തിൽ ശരിയായ നിരീക്ഷണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംഘപരിവാറിന് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്.
Meet the editors.